എവ്രിവൺ. അപ്പൊ ഇന്നിപ്പോ എന്താണ്, ബിഗ് ബോസ് ഒക്കെ അവസാനിച്ചു. അപ്പൊ ഞാൻ സാധാരണ ബിഗ് ബോസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്നും പറഞ്ഞിട്ടാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. കാരണം എനിക്കൊരു ടെൻഷനാണ്. ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വന്നിട്ട് എന്റെ ബിഗ് ബോസ് റിവ്യൂസ് കാണുന്ന എല്ലാവരുമാണ്. അപ്പൊ അവർക്ക് കൂടുതലും ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും കേൾക്കാൻ താല്പര്യമല്ലേ. അപ്പൊ ഞാനൊരു പുതിയൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും കൺഫ്യൂഷൻ ഒക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്കിപ്പോ 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. അപ്പോ ഇനിയിപ്പോ ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇനി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളോട് തന്നെ സംസാരിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഇഷ്ടം പോലെ അൺസബ്സ്ക്രൈബ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ നിർബന്ധിക്കണമെന്നില്ല. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ജാസ്മിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ അവരെ ബിഗ് ബോസ് ജീവിതം കഴിഞ്ഞു, അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനല്ലാതെ പേഴ്സണലി പോയി അറ്റാക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞത്. അപ്പൊ ഇന്ന് എന്തായാലും ജാസ്മിൻ ആണെങ്കിൽ ജാസ്മിന്റെ ഒരു ആഫ്റ്റർ ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു വീഡിയോ എന്തായാലും ചെയ്യേണ്ട ഒരു വീഡിയോ ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ വീഡിയോ എന്തെങ്കിലും പോയി കാണണം കേട്ടോ. ഇന്ന് ഈ ഒരു വീഡിയോ വേറെ ഒന്നുമല്ല, എനിക്ക് എന്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്താൻ ഓർത്തു. എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഞാൻ ലൈവ് വന്നപ്പോൾ ഏതോ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക് കളക്ഷനെ കുറിച്ച് കാണിക്കുന്നത്. അപ്പം വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല, എന്നാലും കുറച്ചുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഒരു പുതിയൊരു വീഡിയോ ഒരു എക്സ്പീരിയൻസ് എനിക്കും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് നിർത്തി വലിച്ചു നീട്ടി കൊണ്ടൊന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. അപ്പോ എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണേ, അത്ര അധികമൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ഒരു നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ചീത്തയായ വശങ്ങളും ഒക്കെ പറയാം. എന്തായാലും എന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച തന്നെ ആയെന്ന് തന്നെ പറയാം. ഇത് ഈ ഒരു ഷെയ്ഡാട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ഷെയ്ഡാണ് ഇത്. നമ്മുടെ മെബ്ലിന്റെ 676 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാട്ടോ. അത് ദ മൈറ്റ് ക്രീംസ് എന്ന് പറയും. എന്താണ്, ഈസ്റ്റ് വില്ലേജ് എന്ന് പറയാം. ഈസ്റ്റ് വില്ലേജിനല്ലേ, ഈസ്റ്റ് വില്ലേജ് കാണുന്നുണ്ടോ? അപ്പൊ ആ ഷെയ്ഡാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഇത്രയേ യൂസ് ചെയ്തു, ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാ, കാണുന്നുണ്ടോ? ഇതാണ് ഷെയ്ഡ് കേട്ടോ. അത്യാവശ്യം നല്ല ഷെയ്ഡ്, എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പൊ എല്ലാവർക്കും സ്യൂട്ട് ആവുമെന്ന് അറിയില്ല. ഞാൻ കൂടുതലും ഇത് ഇങ്ങനെ നമ്മുടെ വർക്കിന്, അതായത് ഈ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അത്രയും ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നത്തുമില്ല അപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഇതിനകത്ത് നിങ്ങൾ ഷെയ്ഡ് കാണിക്കാനില്ല, കാരണം എന്താ വെച്ചാൽ തീർന്നു പോയി. കണ്ടോ, നല്ല ഷെയ്ഡാട്ടോ. എനിക്ക് തോന്നുന്നു എന്റെ എല്ലാം ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്. ഇത് വന്നിട്ട് ഫേസസ് കാനഡയാണ്. ഫേസസ് കാനഡയുടെ മാഗ്നറ്റ് 2 എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാട്ടോ. അതെ, കാണുന്നുണ്ടോ? ഷെയ്ഡ് വന്നിട്ട് ഈ ഷെയ്ഡാ. എനിക്ക് കാണിക്കാനില്ല, തീർന്നു പോയി അത്, അതുകൊണ്ടാ. പിന്നെ വന്നിട്ട് കൂടുതൽ ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ പാലറ്റ് ആട്ടോ. അത് നമ്മുടെ എന്താണ്, ഇതിന്റെ മാർസിന്റെ ആണ്. മാർസിന്റെ പാലറ്റ് വന്നിട്ട് ഏതാണ്, 02 എന്ന് പറഞ്ഞ ആണ്. മാർസിന്റെ 02 എന്ന് പറഞ്ഞ ഒരു പാലറ്റ് ആണ്. ഇതിനകത്ത് ഇതിങ്ങനെ എല്ലാം തകർന്നൊക്കെ പോയി, എല്ലാ സാധനവും തരിപ്പണമായി. എന്റെ കയ്യിൽ നിന്ന് വീണായിരുന്നു. അത് കാരണം ഇങ്ങനെ ഫുൾ ഇങ്ങനെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഈ ഒരു ഷെയ്ഡ് വെച്ചാൽ പല ഷെയ്ഡും കിട്ടും. അപ്പൊ ഞാൻ കൂടുതൽ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഓരോ ഷെയ്ഡും മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേറെ വേറെ കളർ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ഷെയ്ഡ് അതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. അപ്പൊ അത് തീർന്നു. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇത് മിക്സ് ചെയ്യും. ഞാൻ കാണുന്ന ഷെയ്ഡ് കാണിക്കാം നിങ്ങളെ. ഇത് വന്നിട്ട് ഈ ഷെയ്ഡ് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാട്ടോ. പിന്നെ ഈ ഏകദേശം കുറെയൊക്കെ ഒരേപോലെ ഷെയ്ഡ് വരും കേട്ടോ. ഇങ്ങനത്തെ ഷെയ്ഡ്, പിന്നെ ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഈ ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇതങ്ങനെ, ഇത് ഞാൻ കൂടുതലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഷെയ്ഡ്. പിന്നെ ഈ ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇതൊരു റെഡ് കളറാട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്യാൻ നല്ല ഷെയ്ഡ്. അപ്പൊ എല്ലാ ഷെയ്ഡും നല്ലതാണ്. പിന്നെ ഇതധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് അത്രയും മിക്സ് ചെയ്യാനൊക്കെ കറക്റ്റ് കാണുന്നില്ലല്ലേ. ഈ ഷെയ്ഡ്. പിന്നെ ഇത് നല്ല ഷെയ്ഡാട്ടോ. ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഇത് നല്ല ഷെയ്ഡാട്ടോ. അത് കാണുന്നുണ്ടോ? പിന്നെ ഇതൊരു ഓറഞ്ച് കളർ ഷെയ്ഡ് വരും. ഇത്രയാണ്. ഇതും അതെ, ഒരു റെഡ് കളർ ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്.
ഇതൊക്കെ മിക്സ് ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെ കുറച്ച് പിങ്ക് കളറൊക്കെ ഉണ്ട്, ഈ ഇമാതിരി കളർ. ഇതൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ബ്രൗൺ കളറുള്ള ഷെയ്ഡ് ഉണ്ട്. ഇത് ഇങ്ങനെ ഈ ഷെയ്ഡ്, ഇത്രയും ഷെയ്ഡാണുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയാ, പല കളർ കാണാണ്ടല്ലേ, ഒരു പൂക്കളം പോലെ ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ. പക്ഷെ എന്താ പറയാ, മിക്സ് ചെയ്തിടാനായിട്ട് നല്ല ബെസ്റ്റ് ആട്ടോ ഈ ഒരു ഷെയ്ഡ്. കാരണം നമുക്ക് പല കളറിൽ വേണമെങ്കിൽ പല കളേഴ്സ്, പല ഷെയ്ഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു പാലറ്റ് മതി, ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ഒരു പാലറ്റ് മതി നമുക്ക് പല ഷെയ്ഡ് ഉണ്ടാക്കാൻ പറ്റും. എനിക്കപ്പം പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പാലറ്റ് തന്നെയാണ് മാസിന്. പിന്നെ അധികം എന്താ പൈസ ഇല്ല, എനിക്കൊന്നും അറൗണ്ട് ഒരു 200-250 ആ ഒരു റേഞ്ച് ആട്ടോ ഇതിന്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്. ഞാൻ ഇപ്പൊ റീസെന്റ് എന്ന് വെച്ചാൽ ഒരു 6 month ആയിട്ടത് ഈ ഒരു പാലറ്റ് മേടിച്ചിട്ട്. നമ്മുടെ SH ഹുഡയാണോ എന്നറിയില്ല. ഇതാണ് സാധനം. അപ്പൊ ഇത് ഞാനൊരു 6 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് മെയിൻ ആയിട്ട് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി, എന്താണ് ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് 1 coat ബൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റവും വലിയൊരു നല്ല വശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് വന്നിട്ട് 250-260 ആ ഒരു റേഞ്ച് ആട്ടോ. പക്ഷെ ഇതിന്റെ MRP 999 രൂപയാട്ടോ. പക്ഷെ ഈ ഒരു 250-260 രൂപയ്ക്ക് നമുക്ക് ഒരു 12 വെറൈറ്റി ഷെയ്ഡ് കിട്ടും. ഇത്രയും ഷെയ്ഡ്സ് കിട്ടും. അപ്പൊ ഈ പറയുന്ന പോലെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളുടെ ഒക്കെ എന്താണ് അത്രയും പെർഫോമൻസ് അല്ലെങ്കിൽ അത്രയും ഭയങ്കര എഫക്റ്റ് ഒന്നും ഇതിനകത്ത് കിട്ടൂല. എന്നിരുന്നാലും നമ്മൾ സാധാരണക്കാരായ നമുക്ക് ഭയങ്കര വില കൂടിയ ഈ എന്താണ് മാക്കിന്റെയും അതുപോലെ തന്നെ ഈ ഹുഡ ബ്യൂട്ടിയുടെ ഒന്നും സാധനങ്ങളൊന്നും മേടിക്കാനുള്ള പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവരുടെ കാര്യമല്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ശരിക്കും ഈ ഒരു ഷെയ്ഡ് ഈ ഒരു ലിപ്സ്റ്റിക് പാലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആണോ വെച്ചാൽ വാട്ടർ പ്രൂഫ് തന്നെയാണ്, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മാഷ് കളിച്ചു ഫുള്ള് റെഡ് ആയല്ലോ. ഞാൻ ഈ വാഷ് അങ്ങ് വരട്ടോ എന്നിട്ട് കാണിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഈ ഒരു ഷെയ്ഡ്, ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നോക്ക്, ഇപ്പൊ ഞാൻ ഇട്ടു, ഇതിപ്പോ ഭയങ്കര ഒരു തിക്കാണിത്. വെച്ചാൽ നമുക്കിപ്പോ ഒരു ലൈറ്റ് ആയിട്ട് ഇടാന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിനകത്തുനിന്ന് വരുന്ന ഭയങ്കര തിക്കായിട്ടാണ് കണ്ടോ, ഇത്രയും തിക്കായിട്ട് വരും. അപ്പൊ നമ്മൾ ചുണ്ടിലോട്ട് ഇങ്ങനെ നമ്മുടെ ഇതനുസരിച്ച് ഇടുമ്പോ ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അപ്പൊ ഇവിടെയും ചെറുതായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാത്രം ഇങ്ങനെ മായ്ക്കണമെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പൊ അതിങ്ങനെ സ്പ്രെഡ് ആവും. ആ ഒരു ഇട്ട അപ്പൊ തന്നെ അതിങ്ങനെ സ്പ്രെഡ് ആവും. പിന്നെ കുറച്ച് ഇട്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അത് പോവത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. പിന്നെ എത്ര ഇട്ടും ആക്കിയാലും ആ സാധനം പോവില്ല. അത് പറഞ്ഞ പോലെ സ്മഡ്ജ് പ്രൂഫ് ആണ്, ഇട്ട വശമല്ല. പക്ഷെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആ സാധനം അവിടെ നീങ്ങൂല. ഇത് കണ്ടോ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ ഞാൻ കുറച്ച് നേരം ഇട്ടിട്ട് ഇനി ഇപ്പം കഴിഞ്ഞു കണ്ടോ, ഇത് കണ്ടോ മായുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ എന്താണ് അപ്പൊ തന്നെ എവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാൻ വെച്ചാൽ പറ്റൂല. എന്താ വെച്ചാൽ നമ്മൾ ഇടുമ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നൂലോ. അപ്പൊ ആ സമയത്ത് മായ്ക്കാൻ പറ്റില്ല. പിന്നെ അത് മൊത്തം നമ്മൾ എന്താണ് ഈ ഫുള്ള് ഇവിടെയൊക്കെ പരന്ന് ഈ ഡ്രാക്കുളനെ പോലെ ഒക്കെ ഇരിക്കും നമ്മളെ കാണാനായിട്ട്. അങ്ങനെ ഒരു അവസ്ഥയാവും. പക്ഷെ ഈ ഷെയ്ഡ്സിൽ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു സ്മെല്ലുണ്ട് കേട്ടോ. ആ സ്മെല്ല് ഒരു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം സാധാരണ എല്ലാ ലിപ്സ്റ്റിക്കിനും ആ ഒരു സ്മെല്ല് ഉണ്ടാവാറില്ല. അപ്പൊ ഇതിനൊരു വേറൊരു സ്മെല്ലുണ്ട്. പിന്നെന്താണ് ആ സ്മെല്ലൊക്കെ ഓക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത്രയും ഭയങ്കര വൃത്തികെട്ട സ്മെല്ലൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. ചെറിയൊരു അല്ലാത്ത സാധാരണ ലിപ്സ്റ്റിക്കിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി തിക്കായിട്ട് നമുക്ക് തോന്നും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടു എന്നുള്ളൊരു ഫീലിങ്സ് വരും. കാരണം അല്ല സാധാരണ ഈ ഒരു ലിപ്സ്റ്റിക് കാണുന്നുണ്ടല്ലോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുന്നേ പറയില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വേറെ കാണിച്ചിട്ട് തീർന്നു. ഇതാണെങ്കിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുന്നേ പറയില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് അറിയില്ല ചുണ്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നത്തേ ഇല്ല. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചുണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഉള്ള പോലെ ഫീൽ ചെയ്യും. ഭയങ്കര ഇച്ചിരി കട്ടി കൂടുതലാണ് ഈ ലിപ്സ്റ്റിക്കിന്. പിന്നെ എന്താ ഇപ്പൊ കുളിക്കാൻ നേരം ഇപ്പൊ നമ്മൾ കഴുകണല്ലോ, കളയാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. എത്രയും ഉറച്ചിട്ട് കഴുകിയാലും ഇത് പോവില്ല, അതുപോലെ ഇരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചില ഭാഗം ഇങ്ങനെ പിരി പോലെ ഇങ്ങനെ ചിലപ്പോൾ അത് കുറെ സമയം കഴിയുമ്പോഴത്തേക്കും എന്താണ് ചെറിയതായിട്ട് ഇങ്ങനെ ഷെയ്ഡിന്റെ മങ്ങി വരും. ഫുള്ളായിട്ട് പോവില്ല, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഒരു ഭാഗത്ത് വേറെ കളർ, ഈ ഒരു ഭാഗത്ത് വേറെ കളർ, അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. എന്നാലും ഇതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പൈസക്ക് ഇത് ഭയങ്കര വർത്താണ്. കാരണം സാധാരണക്കാർക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ്. പിന്നെ കുറച്ച് കട്ടി കൂടുതലുണ്ട്. പിന്നെ വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. ഈ ഷെയ്ഡ്, ഇതിന്റെ ഷെയ്ഡിന്റെ പേരെന്താണ്, ഷെയ്ഡിന്റെ പേരൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ.
ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, ഷെയ്ഡിന്റെ പേരൊന്നും എഴുതിയില്ല. അപ്പം പല ഷെയ്ഡ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡ് ഞാൻ കണ്ടില്ല. നിങ്ങളെ ഞാൻ എവിടെ കാണിക്കും എനിക്കറിയില്ല. നിങ്ങൾ ഇവിടെ കാണിക്കും, ഞാൻ കാണിക്കും, ഇങ്ങനെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഷെയ്ഡാണ് ഇത് വന്നിട്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല. ഇതെന്താ പറയാ, ഒരു അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോ ഇടാവുന്ന ഒരു ഷെയ്ഡാണ്. കാരണം ഒരു വെറൈറ്റി ഷെയ്ഡ്, നല്ല ഷെയ്ഡാണ്. പിന്നെ വന്നിട്ട് ഇത് റെഡ് ആണ്. ഇത് ഭയങ്കര റെഡാ. അത് കാരണം അങ്ങനെ എല്ലാരും ഇടുന്നവരുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല ഇങ്ങനത്തെ റെഡ്, ഒരു ചില്ലി റെഡ് പോലെയുള്ള. പിന്നെ ഇത് നമുക്ക് എന്താ പറയുക, മിക്സ് മാച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ മറ്റേ ലിപ്സ്റ്റിക് ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് മാച്ച് ചെയ്തിട്ട് പല ഷെയ്ഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഒരു ഷെയ്ഡ് ഇടുമ്പോൾ തന്നെ ഭയങ്കര കട്ടിയാണ്. അതിന്റെ മുകളിൽ കൂടെ ഈ വേറൊരു കളർ ഇടുമ്പോഴത്തേക്കും അത് ഭയങ്കര എന്താ, ചുണ്ടിങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വീർത്ത് വരുന്ന പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഷെയ്ഡ്, ഇതൊരു ബ്രൗൺ ഷെയ്ഡ്. അത് നല്ല ഷെയ്ഡ് കേട്ടോ, അത്യാവശ്യം നല്ല ഷെയ്ഡാണ്. ഷെയ്ഡൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ കട്ടി ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇതൊരു ഓറഞ്ച് കളർ ഷെയ്ഡാണ്. പിന്നെ ഇത് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ്. പിന്നെ ഇത് അതെ ഒരു കോഫി ബ്രൗൺ ആ കളറുള്ള ഒരു ഷെയ്ഡ്. പിന്നെ വന്നിട്ടും ഇതും അതെ ബ്രൗൺ ആണ്, കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു പിങ്കിന്റെ ഒരു തരം ഷെയ്ഡ്, അങ്ങനത്തെ ഷെയ്ഡ്. പിന്നെ ഈ ഷെയ്ഡ് വന്നിട്ട് ഇത് എന്താ പറയാ, പർപ്പിൾ കളർ എന്നാണ് പറയുന്നത്. ഈ കളർക്ക് കറക്റ്റ് പറയാനുണ്ട്. ഇതൊരു നല്ല ഷെയ്ഡ് കേട്ടോ. പിന്നെ ഇത് അത്ര നല്ല ഒരു ഷെയ്ഡ് അല്ല കേട്ടോ, ഞാൻ കാണിക്കാം. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാ. ഇതൊരു ന്യൂഡ് കളറാണ്. പക്ഷെ നമ്മുടെ ചുണ്ടിന് എനിക്കിടുമ്പോണ്ടല്ലോ, എനിക്കിടുമ്പം എന്താണ്, ഞാൻ ഇട്ട് കാണിക്കണം എനിക്കുണ്ട്, ചെറുതായിട്ട് കാണിക്കാം. അതാ ഈ ഒരു കളറാ. എനിക്ക് ചേരാറില്ല, എനിക്ക് വാഷ് ഔട്ട് ആയിട്ട് പോയി കളർ, എനിക്ക് ചേരാറില്ല ഈ ഒരു ഷെയ്ഡ്. പിന്നെ ഇതും അതിന്റെ ഒരു ചെറിയ വേരിയേഷൻ, ചെറിയൊരു ലൈറ്റ് കളർ വ്യത്യാസം, സെയിം കളറാണ്. പിന്നെ ഇതും റെഡ് കളറാണ് കേട്ടോ, നല്ല റെഡാ. റെഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കുറെ ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇങ്ങനെ എന്താണ് ഭയങ്കര ഈ ഒത്തിരി സമയത്തേക്കൊക്കെ ഇട്ടാൽ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. ഈ ഓഫീസിലൊക്കെ പോകാനായിട്ട് ഇടാനായിരിക്കും പ്രയാസമായിരിക്കും. ഇത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ പിന്നെ പകുതി ഉണ്ടാവില്ല, പകുതിയൊക്കെ പോവും, അങ്ങനെയൊക്കെയാ. അപ്പം അല്ലാണ്ട് ചെറിയ എവിടെയൊക്കെ പോയിട്ട് വരാനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ അധികം പൈസ ഒന്നും ഇല്ല, ലിപ്സ്റ്റിക് ഒന്നും മേടിക്കാൻ അധികം പൈസ ഇല്ല, കുറച്ചധികം കളർ വേണം എന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ലിപ്സ്റ്റിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൈസക്ക് നമുക്ക് ഇത്രയും ലിപ്സ്റ്റിക് കിട്ടും. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ട ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം മേടിക്കുന്നവർക്ക് മേടിക്കും, നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് ഭയങ്കര വലിയ വലിയ ലിപ്സ്റ്റിക്കിന്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ അത്രയും എക്സ്പെക്ടേഷൻ ഒന്നും വെക്കണ്ട. പക്ഷെ ഓക്കെയാണ്, സാധനം അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൈസക്ക് ഇത്രയും ഇത് കിട്ടുന്നത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. പിന്നെന്താണ്, പിന്നെ ഇതിനകത്ത് ഏതേത് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഇതിനകത്ത് എന്താണ്, പോളിസോ ബ്യൂട്ടിൻ കാൻഡില വാക്സ് ഇതൊക്കെയാണ്. ഞാൻ വായിക്കുന്നില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയല്ലോ. വൈറ്റമിൻ ഇ, BHD ഒക്കെ ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ്. വാർണിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് യൂസ് ഇഫ് ഇറിറ്റേഷൻ ഒക്കർ. എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടതൊക്കെ പറയും, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ മാറ്റ് ലിപ് കളർ ടു എ ക്ലീൻ ബെയർ ലിപ്. ലിവ് ഇറ്റ് സെറ്റ് ഫോർ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലിവ് ഇറ്റ് സെറ്റ് ഫോർ 4 to 6 minutes ബിഫോർ റീടച്ചിങ്. അതാണ് ഞാനിത് ഇപ്പോഴാണ് കാണാം കേട്ടോ, എത്ര ദിവസമായിട്ട് ഞാനത് കണ്ടില്ല. അതായത് നമ്മളൊരു 4-6 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ അത് ഇട്ട് കഴിഞ്ഞിട്ട് ടച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രാക്കുളനെ പോലെ ഇരിക്കും. അപ്പം ശരിക്കും ഓക്കെയാണ്, നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. പിന്നെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കണ്ട, കണ്ണും പഠിച്ച് മേടിക്കാം കേട്ടോ, അടിപൊളിയാണ്. ഇതൊന്നും അത്ര പൈസ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് അത്രയും സ്മെല്ലില്ല. പിന്നെ സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല, വാട്ടർ പ്രൂഫും അല്ല. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരമൊക്കെ ഇരിക്കും. ഇട്ട് കാണിക്കണം എന്നുണ്ട്. ഏത് ഷെയ്ഡാ? ഈ ഷെയ്ഡ്. ഞാൻ സ്വന്തമായിട്ട് കണ്ണാടി ഒന്നും ഇല്ലാത്ത കാരണം എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല. അത് ചെറുതായിട്ട് ഇട്ട് കാണിക്കാം. ഈ ഒരു ഷെയ്ഡ് കണ്ടോ? ഇതിട്ട് കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര വലിയ വലിയ ലിപ്സ്റ്റിക്കിന്റെ അത്ര എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഓക്കെയാണ്. ഇട്ട് അത്രയും വെയിറ്റ് ഒന്നുമില്ല. പിന്നെ എന്താണ്, സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല. അത് സ്മഡ്ജ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കാൻ വരും കേട്ടോ, വരും.
സ്മച്ച് പ്രൂഫ് ഒന്നുമല്ല, പിന്നെ വാട്ടർ പ്രൂഫും അല്ല, കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ പോവും. പിന്നെന്താണ്, ഈ ഒരു പൈസയ്ക്ക് നമുക്ക് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ഫുഡ് കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ടൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ഇത് ഓക്കെയാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ഫുഡ് കഴിച്ചാൽ നമ്മുടെ ചുണ്ടിലൊന്നും പോകത്തൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഓക്കെ, ഒരു പുറത്തൊക്കെ പോകുന്നത് ഓഫീസ് വർക്കിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പാലറ്റ് ഓക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇത് മേടിച്ചാലും മതി. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതിന്റെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ ഷെയ്ഡുകളൊക്കെ ഉണ്ട്. ഇത് നല്ലതാണ്. പിന്നെ ഇത് എന്റെ പേഴ്സണൽ നല്ലതാണെന്ന് പറഞ്ഞു തീർന്നു. ഇനിയിപ്പോൾ വേറെ മേടിക്കണം എന്തായാലും. അപ്പൊ ഇത്രയാണ് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയാനായിട്ടുള്ളൂ. ഒത്തിരി ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്റെ റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ട അതും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയണം, എൻ്റെ അടുത്ത് ചെയ്തോളൂ എന്ന് പറയണേ. അപ്പൊ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നതിലും എൻ്റെ ഒരു നെയിൽ പോളിഷ് കളക്ഷനാണ്. അത് നിങ്ങൾ കാണുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ, ഇതിനെക്കാട്ടും കുറേ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.